എല്ലാവരോട് ദേഷ്യപ്പെടുമ്പോ കുറ്റം പറയുമ്പോ ഹൃദയത്തിന്റെ ഒരുപാട് രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നന്മകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുമല്ലോ. അങ്ങനത്തെ സ്വഭാവമൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ല. എന്നാൽ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ നമസ്കരിക്കുന്നത്, നമ്മൾ സകാത്ത് കൊടുക്കുന്നത്, നമ്മൾ ഹജ്ജ് ചെയ്തത്, നമ്മുടെ നോമ്പെടുത്തത്, പാവങ്ങളെ സഹായിച്ചത്, എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ നശിപ്പിക്കില്ലല്ലോ. അതാ പറഞ്ഞത്, ഇന്നൽ ബിർറ ലാ യബ്ലാ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്ത ഓരോ നന്മകളുണ്ടല്ലോ, ആ നന്മകൾ ഒരിക്കലും തന്നെ നുരുമ്പില്ല. വീണ്ടും അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഅന്ന ദംബ ലാ യുൻസാ. അതേപോലെ തന്നെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു തീർന്നിട്ടുണ്ടല്ലോ. ഈ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ റബ്ബേ ഒരിക്കലും തന്നെ മറക്കില്ല, ഒരിക്കലും തന്നെ ഒഴിവാകില്ലല്ലോ റബ്ബേ. ഇതെല്ലാം അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു രേഖപ്പെടുത്തുമല്ലോ. എങ്ങനെയായിരുന്നാലും നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നൊരവസരം നമുക്കുണ്ടല്ലോ. പടച്ച റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം അല്ലാഹു പൊറുക്കുമല്ലോ. ഇതൊന്നും ഒരാൾ ചെയ്തിട്ടില്ല, എന്നാൽ അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വഅന്ന ദംബ ലാ യുൻസാ. അവൻ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യം പരസ്യമായി ചെയ്ത തെറ്റുകളുണ്ടല്ലോ. ഈ തെറ്റുകുറ്റങ്ങൾ മുഴുവനും ഒരിക്കലും തന്നെ മാറുകയില്ലല്ലോ, എല്ലാം രേഖപ്പെടുത്തുന്നതാ. ഓർക്കണേ ചെറുപ്പക്കാരാ, നമ്മൾ ആരും തന്നെ അറിയില്ല എന്ന് വിചാരിച്ച് തന്റെ റൂമിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, തിന്മകളുണ്ടല്ലോ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. റബ്ബേ രഹസ്യമായി പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലോ റബ്ബേ അന്യ പെണ്ണിന്റെ ചുക്കും ചോരും കവനത്തറിയുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്റെ പൊന്നുമോനെ, ഒരു നിമിഷത്തേക്ക് നമ്മളൊന്ന് മനസ്സിലാക്കണേ. എടാ, നമ്മുടെ ഉമ്മ കാണുന്നുണ്ടോ, പാപ്പ കാണുന്നുണ്ടോ, സഹോദരങ്ങൾ കാണുന്നുണ്ടോ, സഹോദരിമാര് കാണുന്നുണ്ടോ? റബ്ബേ, നമ്മുടെ കൂട്ടുകാര് പോലും അറിയാതെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മൾ ചെയ്യുമ്പോ ഇരുളിന്റെ അഗാധത്തില് റബ്ബേ കരുത്തു പോയ പാറക്കല്ലിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ കറുത്ത ഉറുമ്പുകളുണ്ടല്ലോ, ആ ഉറുമ്പിനെ പോലും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. എന്നാൽ ഏകനായ അല്ലാഹുണ്ടല്ലോ, ആ പടച്ച റബ്ബിനെ എല്ലാം കാണാൻ സാധിക്കുമല്ലോ പടച്ച റബ്ബേ. അതുകൊണ്ട് വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പഠിപ്പിക്കുകയാ, വഅന്ന ദംബ ലാ യുൻസാ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, ആ തെറ്റുകുറ്റങ്ങൾ മുഴുവനും പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ, അതെല്ലാം അല്ലാഹ് അറിയുന്നുണ്ട്, അതെല്ലാം ഒരിക്കലും തന്നെ മറക്കില്ല, എല്ലാം രേഖപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാ. എന്നിട്ട് അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്ന് വീണ്ടും പറയുകയാ, വദ്ദയ്യാനു ലാ യമൂത്. നിരീക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, ആ പടച്ച റബ്ബ് മരിക്കുന്നില്ലല്ലോ, ആ പടച്ച റബ്ബിന് മരണമില്ലല്ലോ. അതുകൊണ്ട് ആരെയാ നമ്മൾ പേടിക്കുന്നത്, ആരെയാ നമ്മൾ ഭയപ്പെടേണ്ടത്? അല്ലാഹനെയല്ലേ നമ്മൾ പേടിക്കണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ CCTV ക്യാമറയുണ്ടോ? റബ്ബേ, ഇന്ന് റോഡ് സൈഡുകളിലൂടെ ക്യാമറകളാണല്ലോ,
ആ ക്യാമറകളെ വരെ നമുക്ക് പേടിയാ, ആ ക്യാമറകളെ വരെ നമുക്ക് പേടിയാണല്ലോ പടച്ച റബ്ബേ. എന്നാ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു ക്യാമറയുണ്ടടാ, അത് അല്ലാഹ്, അത് അല്ലാഹ്. ആ പടച്ച റബ്ബ് അല്ലാഹുവേ കാണുന്നുണ്ടെന്നൊരു പേടി നമുക്ക് വേണമല്ലോ റബ്ബേ. കാടിന്റെ ഉള്ളറയിൽ പോയിട്ട് ഗുഹക്കുള്ളിൽ പോയിട്ട് ആരും കാണാതെ ഗുഹക്കുള്ളിന്റെ അകത്ത് പോയിട്ട് എത്ര വലിയ തെറ്റുകൾ ചെയ്ത് കൂട്ടിയാൽ റബ്ബേ അല്ലാഹുവേ അടിമകളെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് ശിക്ഷ നടപ്പാക്കുന്നത് യജമാനനല്ലേ, എല്ലാം അറിയേണ്ടത് അല്ലാഹയല്ലേ. കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് വേണ്ട മോനെ, അതുകൊണ്ട് വേണ്ട മോനെ, ജീവിതത്തില് അല്ലാഹുവേ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നൊരവസരം നമുക്കുണ്ടായിക്കൂടാ. അറിയാതെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നാൽ അത് തൗബ ചെയ്തിട്ട് മായിച്ച് കളയാൻ, തൗബ ചെയ്തിട്ട് മായിച്ച് കളയാനുള്ള മനസ്സ് ഞങ്ങൾക്ക് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, ഫഫഅൽ മാ ശിഅത, അതുകൊണ്ട് നീ എന്ത് ചെയ്യടാ, നീ ഉദ്ദേശിച്ച കാര്യങ്ങൾ നീ ചെയ്തോ. നീ നന്മ ചെയ്യാൻ കരുതുന്നുണ്ടോ, നീ ചെയ്യണോ. തെറ്റുകൾ ചെയ്യാൻ കരുതുന്നുണ്ടോ, തെറ്റുകളുടെ കൂമ്പാരത്തിന്റെ നടുവിലൂടെ നടന്നു പോയിക്കോ. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചോ, ഒരു കാര്യം ഓർത്തോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിരീക്ഷകനായ അല്ലാഹ്ക്ക് മരണമില്ല, നിരീക്ഷകനായ അല്ലാഹ്ക്ക് മരണമില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, നീ എന്ത് ചെയ്യുന്നോ അതുപോലെ നിനക്ക് ലഭിക്കുമെടാ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ജീവിച്ചപ്പോ ഒരുപാട് നന്മകൾ കണ്ടവനാ, ഒരുപാട് നന്മകൾ ചെയ്തവനാ, ഒരുപാട് നന്മകൾ പറഞ്ഞവനാ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഹൃദയത്തെ വായിച്ച് കളഞ്ഞവനാ. എന്നാ നീ മരിക്കുന്ന സമയത്തോ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഈമാൻ തരുമല്ലോ, നിന്റെ ജീവിതത്തിൽ അല്ലാഹ് ഈമാൻ തരുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടോ റബ്ബേ നിനക്ക് ലോകത്ത് നിന്ന് വിട പറയാൻ നിനക്ക് കഴിയുമല്ലോ. സന്തോഷത്തോടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ടോ നിന്റെ റൂഹിനെ പിടിക്കുമല്ലോ, നിന്റെ റൂഹിനെ പിടിക്കുമല്ലോ. മാത്രമല്ല പടച്ച റബ്ബേ നിന്റെ ഖബറിൽ നിനക്ക് സൗഖ്യമാണടാ. നിന്റെ ജീവിതത്തില് അല്ലാഹ് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലോ അല്ലാഹ് ഖബറിൽ ചെല്ലുമ്പോ നമുക്ക് സുഖമാണല്ലോ. നമുക്ക് മഹ്ശറിൽ എളുപ്പമാ, സിറാത്തിൽ എളുപ്പമാ. റബ്ബേ അർശിന്റെ തണലുണ്ടല്ലോ, ഹൗദുൽ കൗസർ ഉണ്ടല്ലോ. സിറാത്തിലൂടെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്നവരാ റബ്ബേ അവന്റെ ജന്നാത്തുൽ നഈം നമുക്കുണ്ടല്ലോ, അവന്റെ ലിഖാ പടച്ച റബ്ബ് നമുക്ക് കാണിച്ചു തരുമല്ലോ. ഇതെല്ലാം ലഭിക്കുന്നത് നന്മ ചെയ്യുന്നവനിക്കാ. എന്നാ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് റബ്ബേ തിന്മകളുടെ കൂമ്പാരങ്ങളിലൂടെ കടന്നു പോകുമ്പോ റബ്ബേ മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരയുകയാ, റബ്ബേ പൊട്ടിക്കരയുകയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, റബ്ബേ എനിക്കുള്ള സമയമൊന്ന് പിന്തിപ്പിച്ചു തരുമോ, ഞാൻ നന്മകൾ ചെയ്യാം റബ്ബേ എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, നിനക്കുള്ള സമയം കഴിഞ്ഞല്ലോ, നിനക്കുള്ള സമയം കഴിഞ്ഞല്ലോ. ഇനി നിനക്ക് ഒരിക്കലുമില്ല, അല്ലാഹ് പടച്ച റബ്ബ് നിനക്ക് ഒരിക്കലും തന്നെ സമയം തരില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. അല്ലാഹ് ഖബറിലെ വിഷമമല്ലേ, സിറാത്തിലെ വിഷമമല്ലേ, ഹിസാബിലെ വിഷമമല്ലേ. റബ്ബേ അർശിന്റെ തണലുണ്ടോ, ചുട്ടുപൊള്ളുന്ന മഹ്ശറിൽ നമ്മൾ ഇങ്ങനെ വെന്തുരുകയാ. മാത്രമല്ല സിറാത്തിലൂടെ കടന്നു പോകുമ്പോ നരകത്തിലേക്ക് വീഴുകയല്ലേ. ആ കത്തിയാളുന്ന നരകമുണ്ടല്ലോ,
റബ്ബേ ഒരുപാട് തേളുകളെ കൊണ്ട് പാമ്പുകളെ കൊണ്ട് നിറക്കപ്പെട്ടോ കാണാൻ ആഗ്രഹിക്കാത്ത എല്ലാവരും കണ്ടപ്പോ പേടിച്ചു പോയ പരിശുദ്ധ നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകത്തിൽ കടക്കണ്ടേ, ആ നരകത്തിന്റെ ഉള്ളറയിലാണടാ തെറ്റ് ചെയ്യുന്നവർക്കുള്ള സ്ഥാനമുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്യണേ. ഈ ഒരൊറ്റ ഹദീസ് ഉണ്ടല്ലോ റബ്ബേ, ദുനിയാവിന്റെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഹദീസ, ഒരുപാട് വിശദീകരിക്കേണ്ട ഹദീസ. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് റബ്ബേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞ അമലുകളുണ്ടല്ലോ ജീവിതത്തിൽ പകർത്താൻ, നന്മകൾ കണ്ടെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പരിശുദ്ധമായ സ്വർഗ്ഗലോകം കരഗതമാക്കിയവരെ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ ചെയ്ത നന്മകളില്ലേ, ഈ നന്മകൾ ഒരിക്കലും തന്നെ നശിച്ചു പോകുന്നില്ല അല്ലെ. നമ്മൾ നന്മകൾ നശിക്കുന്നതായിട്ടുള്ള തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ ചെയ്യാത്ത കാലത്തോളം നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും ഒരിക്കലും നശിക്കില്ല. നമ്മൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ചെയ്ത ഒരുപാട് തിന്മകളുണ്ട്. ആ തിന്മകൾ എന്റെ പ്രിയമുള്ളവരെ തൗബ ചെയ്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ അല്ലാഹുവേ പൊട്ടിക്കരയാത്ത കാലത്തോളം ആ തിന്മകളൊന്നും ഒരിക്കലും മായ്ച്ചു കളയില്ല. ഈ ദുനിയാവിൽ നമ്മൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വദ്ദയ്യാനു ലാ യമൂത്ത്. ദയ്യാൻ, എന്റെ പ്രിയമുള്ളവരെ, നിരീക്ഷകനായ പടച്ച റബ്ബ്, ആ പടച്ച റബ്ബ് ഒരിക്കലും മരിക്കുന്നില്ലല്ലോ. ആ പടച്ച റബ്ബ് എല്ലാം കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും